ഹലോ ഫ്രണ്ട്സ്, പവർ പോയിന്റ് ബേസിക് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പവർ പോയിന്റിൽ റെക്കോർഡ് ടാബിലെ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെ റെക്കോർഡ് ടാബിലെ റെക്കോർഡ്, സ്ക്രീൻഷോട്ട്, വീഡിയോ, ഓഡിയോ തുടങ്ങിയ ഓപ്ഷൻസ് എല്ലാം പരിചയപ്പെട്ടു. ഇന്ന് നമുക്ക് ഇതിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് ആയ സ്ക്രീൻ റെക്കോർഡിംഗ്, സേവ് ആസ് ഷോ, അതുപോലെ തന്നെ എക്സ്പോർട്ട് ടു വീഡിയോ തുടങ്ങിയ ഓപ്ഷൻസ് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് എന്താണെന്ന് നോക്കാം. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പവർ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഞാനിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഒരു റെഡ് ഡോട്ടഡ് ലൈൻ കാണാം. അതിനർത്ഥം ആ ഒരു ഭാഗമാണിത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ മുകളിലായി റെക്കോർഡ്, സ്റ്റോപ്പ്, സെലക്ട് ഏരിയ, ഓഡിയോ, റെക്കോർഡ് പോയിന്റർ തുടങ്ങിയ ഓപ്ഷൻസും നമുക്ക് ഇവിടെ കാണാം. ഞാൻ ആദ്യം തന്നെ സെലക്ട് ഏരിയ എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പോർഷൻ സെലക്ട് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇത്രയും ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ഈ റെക്കോർഡ് പോയിന്റർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടില്ല എങ്കിൽ മൗസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പോയിന്ററിന്റെ ആക്ഷൻ ഇവിടെ റെക്കോർഡ് ആകില്ല. അതിനാൽ തന്നെ ഞാൻ ഈ ഓപ്ഷൻ ടിക്ക് ചെയ്യുകയാണ്. അതോടൊപ്പം ഓഡിയോയും ഇവിടെ സെലക്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ റെക്കോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ടൈമർ കാണാം. ഇവിടെ ഇപ്പോൾ റെക്കോർഡിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഇത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ റെക്കോർഡിംഗ് നമ്മുടെ പവർ പോയിന്റിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത ഈ ഒരു വീഡിയോ നമ്മുടെ പവർ പോയിന്റിലേക്ക് ആഡ് ആയി. ഞാൻ ഇതിനെ ഇവിടെ നിന്നും കട്ട് ചെയ്ത് പുതിയൊരു സ്ലൈഡിലേക്ക് ആഡ് ചെയ്യുകയാണ്. അവസാനം ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സ്ക്രീൻ റെക്കോർഡിംഗ് വളരെ ഈസിയായി നമുക്ക് പവർ പോയിന്റിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനത് തൽക്കാലം ഡിലീറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയെന്ന് വിചാരിക്കുക. നമുക്ക് പവർ പോയിന്റ് ആയിട്ട് തന്നെ ഷെയർ ചെയ്യാം. ആ ഒരു സമയത്ത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് ഈ പവർ പോയിന്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. പക്ഷെ അതിനു പകരം നമ്മൾ സേവ് ആസ് ഷോ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമ്മൾ അതിനെ സേവ് ചെയ്യുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുകയാണ്. ഞാൻ ഈ പവർ പോയിന്റിനെ ഒന്ന് പവർ പോയിന്റ് ഷോ ആയിട്ട് സേവ് ചെയ്യുന്നു. ഇനി ഞാൻ സേവ് ചെയ്തിരിക്കുന്ന ആ ഷോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ പവർ പോയിന്റ് കറക്റ്റ് നമ്മൾ സ്ലൈഡ് ഷോയിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അതായത് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലല്ല. നമ്മുടെ ഈ പ്രസന്റേഷൻ എല്ലാ ആനിമേഷനോട് കൂടി കറക്റ്റ് പ്രസന്റേഷൻ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അവർക്കിത് കാണാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഇതിൽ കൂടുതൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റുകയില്ല. എപ്പോഴെങ്കിലും നമ്മുടെ പ്രസന്റേഷൻ നമുക്ക് സേഫ് ആയിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിവിടെ നമ്മുടെ പ്രസന്റേഷനെ വീഡിയോ ആയിട്ട് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. നമുക്ക് ഏത് റെസൊല്യൂഷൻ ലെവലാണ് വേണ്ടത് എന്ന് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് ഇവിടെ ക്രിയേറ്റ് വീഡിയോ നൽകി കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രസന്റേഷനെ വീഡിയോ ആയിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം ഇവിടെ നമുക്ക് ഓരോ സ്ലൈഡിനും ഇടയിൽ എത്ര ഗ്യാപ്പ്, അതായത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എത്ര സമയം വേണമെന്നുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. നമുക്ക് ഈ ടൈം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. അത്രയുമായിരുന്നു പവർ പോയിന്റിൽ റെക്കോർഡ് ടാബിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.